എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടത്, UDFന്റെ വിജയം എന്തുകൊണ്ടാണ് ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച പ്രാഥമികമായ ഒരു വിലയിരുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരോട് ക്ഷമാപണ രൂപത്തിൽ തന്നെ പറയുകയാണ്, ഇന്നലെ വൈകുന്നേരം അടക്കം നമ്മൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ UDFന്റെ വിജയസാധ്യത തന്നെയാണ് പ്രവചിച്ചത്. അത്തരത്തിലേക്ക് വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടായാൽ ജയിക്കും എന്നതിനപ്പുറത്തേക്ക് തരംഗം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തിരിച്ചറിയാനും അത് പ്രേക്ഷകരോട് സമ്മതിക്കാനും ഒക്കെ കഴിയാതിരുന്നത് വീഴ്ചയായി തന്നെ ഞങ്ങളും അംഗീകരിക്കുക തന്നെയാണ്. പക്ഷേ അതിനുശേഷം എന്തുകൊണ്ട് ഇങ്ങനെ പരാജയം ഉണ്ടായി എന്നുള്ള ഒരു പരിശോധന കൂടിയാണ് നമ്മൾ നടത്തുന്നത്. എവിടെയെല്ലാമാണ് ഇടതുമുന്നണിക്ക് പിഴച്ചത്, എവിടെയെല്ലാമാണ് UDFന് നേട്ടമായത്. എന്തായാലും സംസ്ഥാനത്ത് ഒരു വലിയ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു കടുത്ത വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടത് കോട്ടകളടക്കം തകർന്നു പോയത്. ഇപ്പോൾ അല്പസമയം മുമ്പ് AK ആന്റണി പറഞ്ഞതുപോലെ ആന്റണി ഇലക്ഷന് മുമ്പ് വളരെ ഷാർപ്പായി തന്നെ പറഞ്ഞിരുന്നു, മൂന്നാമത് ഒരു പിണറായി സർക്കാർ വന്നാൽ, ഒരു മാർക്സിസ്റ്റ് ഭരണം വന്നാൽ ബംഗാളിലെ അവസ്ഥയാവും എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ച് ഇടതുപക്ഷ അനുഭാവികളെ അടക്കം, നേരത്തെ പ്രതിപക്ഷ നേതാവ് വിജയത്തിന് ശേഷം പറഞ്ഞതുപോലെ ഇടതുപക്ഷ അനുഭാവികളെ അടക്കം വോട്ട് വാങ്ങിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളെ അടക്കം ഇക്കുറി ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് പോകണം, അതാണ് ആ പാർട്ടിക്കടക്കം നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇടത് അനുഭാവികളടക്കം ഉണ്ടായി എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഒരു കാലത്തും ഇടതു കോട്ടകൾ ഇളകില്ല എന്ന് കരുതിയെടുത്ത് ഇടതുപക്ഷത്ത് നിന്ന് വന്ന സ്ഥാനാർത്ഥികൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ പുച്ഛിച്ച് CPM നേതൃത്വം തള്ളിക്കളഞ്ഞ സ്ഥാനാർത്ഥികളടക്കം കണ്ണൂരിലെ കോട്ടകളിലടക്കം വിജയക്കൊടി സ്ഥാപിച്ചത്, കേരളത്തിൽ 100 കടന്ന ഒരു വിജയത്തിലേക്ക് എത്തിയത്. ഇത്രകാലവും കോൺഗ്രസിന്റെ ഒരു നേതാക്കൾക്കും കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാനും ഒക്കെ കഴിഞ്ഞത്. എനിക്കൊപ്പം TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്തെ, പ്രാഥമികമായി പറഞ്ഞാൽ എവിടെയാണ് ഈ സർക്കാരിന് പിഴച്ചത്? കിരൺ പറഞ്ഞതിന് തുടർച്ചയായി തന്നെ ഒരുപക്ഷെ എല്ലാവരുടെയും വിലയിരുത്തലുകൾ, എല്ലാവരും 100 സീറ്റ് പ്ലസ് എന്നൊരു കണക്കൊക്കെ പറയുമെങ്കിൽ കൂടിയും ഇത്ര വലിയൊരു തരംഗ സ്വഭാവം കേരളത്തിൽ പ്രകടമാകുമെന്നത് എനിക്ക് തോന്നുന്നു UDF പോലും ആത്മാർത്ഥമായി അവർ വിലയിരുത്തിയിട്ടുണ്ടാവില്ല. പുറമേക്ക് അവകാശപ്പെടുന്നുണ്ടാവാം, പക്ഷേ ആത്മാർത്ഥമായി വിലയിരുത്തിയിട്ടുണ്ടാവാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കിരൺ സംഭവിച്ചു അല്ലെങ്കിൽ AK ആന്റണി പറഞ്ഞതിന് തുടർച്ചയായി നമുക്ക് കൂടി ചേർക്കാം. മൂന്നാമതൊരു സർക്കാർ വന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയുണ്ടാക്കും, CPMന്റെ തകർച്ചയുണ്ടാക്കും എന്ന വിലയിരുത്തലിൽ CPMന്റെ പരമ്പരാഗത വോട്ടുകളിലടക്കമുണ്ടായ വീഴ്ച അത് UDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന പ്രാഥമിക കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയൊരു UDF അനുകൂല തരംഗമുണ്ടായതിന് കാരണമായി ഞാൻ നിരീക്ഷിക്കുന്നു. അതിന് CPM വരുത്തിവെച്ച കുറേ കാരണങ്ങളുണ്ട്, സംഘടനാപരമായി എടുത്ത തീരുമാനത്തിലെ പിഴവുകളുണ്ട്, ഇത്തരം കാരണങ്ങൾ നിരവധി ഉണ്ടാവും. എന്ത് തന്നെയായാലും ഏറ്റവും പ്രൈമറി ആയ ഒരു കാരണം, ഈ വീണ്ടും മൂന്നാമതൊരു സർക്കാർ വന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ ആത്യന്തികമായ തകർച്ച ഉണ്ടാക്കും. അത് പിന്നെ കേരളത്തിൽ മറ്റൊരു ബദൽ സംവിധാനം ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി UDFന് ഇത്തവണ വോട്ട് ചെയ്യാം എന്ന് ചിന്തിച്ച ഇടതുപക്ഷ മനസ്സുള്ളവരുണ്ട്. ഒരുപക്ഷെ CPMന്റെ പ്രവർത്തകർ തന്നെയുണ്ട് എന്നതാണ് ഇത്ര വലിയ ഒരു തരംഗത്തിലേക്ക് പോയാൻ കാരണമെന്ന് ഞാൻ കരുതുന്നു. സജിത്തെ, കഴിഞ്ഞ തവണത്തെ 2021 ഇടതുപക്ഷത്തിന് ഒരു തുടർ ഭരണം അത് ആരും അങ്ങനെ കാര്യമായി പ്രവചിച്ചതല്ല. അവസാനം ഈ എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞെങ്കിലും തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രവചനമില്ലായിരുന്നു. സ്വാഭാവികമായും കേരളം എത്താൻ പോകുന്നത് ഒരു UDF ഭരണത്തിലേക്കാണ് എന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് 21 വിജയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ വൈകുന്നേരം ഇതുപോലെ നടത്തിയ ഒരു അവലോകനത്തിൽ അന്ന് പറഞ്ഞിരുന്നു, പിണറായി വിജയൻ കേരളത്തിൻ്റെ പിതൃസ്വരൂപമായി മാറാൻ പിണറായി വിജയന് കഴിഞ്ഞു. പ്രളയം വന്ന് കേരളം പകച്ചു നിന്നപ്പോൾ, കോവിഡ് വന്ന് കേരളം പകച്ചു നിന്ന സമയത്ത് കേരളത്തിന് എങ്ങനെയാണോ മലയാളി ഒരു പിതാവ് എന്നുള്ളൊരു സങ്കല്പത്തെ കാണുന്നത്, ആ മട്ടിൽ കേരളത്തെ നയിക്കാൻ, ഉപദേശിക്കാൻ, അല്ലെങ്കിൽ ശകാരിക്കാൻ, കേരളത്തെ മുന്നോട്ടുള്ള വഴി കാണിച്ചു തരാൻ വേണ്ടി ഒരു നായകൻ ഉണ്ടായിരുന്നു. ആ നായകൻ്റെ ഭാവത്തിലാണ് അത്തരം ഒരു പിതൃസ്വരൂപമായി നിൽക്കാൻ പിണറായി വിജയന് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ കേരളത്തിൻ്റെ പിതൃസ്വരൂപം എന്ന സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ വീണാ വിജയൻ്റെ പിതൃസ്വരൂപത്തിലേക്കോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ അമ്മായിയപ്പനോ അല്ലെങ്കിൽ പിതൃസ്വരൂപത്തിലേക്കോ ചുരുങ്ങുന്ന, ഒരു കുടുംബത്തിൻ്റെ പിതാവ് എന്ന തലത്തിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥയുണ്ടായി. മറ്റൊന്ന്, പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിനെ ആശ്രയിച്ചാണ് ഈ സൂപ്പർ സ്റ്റാർ സിനിമ എന്നൊക്കെ പറയുന്നത് പോലെ UDFനെയും കോൺഗ്രസിനെയും മാധ്യമങ്ങളടക്കം കളിയാക്കിയിരുന്നത്, നിങ്ങളുടെ ആരാണ് മുഖ്യമന്ത്രി തർക്കം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ തുല്യ യോഗ്യതയുള്ള 3 പേരുണ്ടായിരുന്നു. പക്ഷേ LDFിലോ CPMലോ ഒരിക്കൽ പോലും ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഇവിടെ ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവുമെന്ന്. എല്ലാം പിണറായി വിജയൻ എന്ന ഒറ്റ ഒരു
വ്യക്തിയിലേക്ക് ചുരുക്കപ്പെട്ടു എന്നതും ആ സൂപ്പർ സ്റ്റാർ സിനിമ വിജയിച്ചാൽ അത് സൂപ്പർ സ്റ്റാറിൻ്റെ വിജയവും പരാജയപ്പെട്ടാൽ സൂപ്പർ സ്റ്റാറിൻ്റെ പരാജയവും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനോടുള്ള കഴിഞ്ഞ തവണ എങ്ങനെയാണോ പിതൃസ്വരൂപമായി നിന്ന് സാധാരണക്കാരുടെ അടക്കം വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞത്, സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും പ്രതീക്ഷയായി നിൽക്കാൻ കഴിഞ്ഞത്, ഇന്ന് അതേ വിഭാഗങ്ങൾ തന്നെയാണ് പിണറായി വിജയന് എതിരായി ഒരു നിലപാട് സ്വീകരിച്ചതും. ഒരു കാര്യത്തിൽ പറഞ്ഞാൽ CPM-ൻ്റെ ശക്തിയും CPM-ൻ്റെ ദൗർബല്യവും പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ മറ്റു പലരും സാധ്യതയുണ്ട് എന്ന് നേരത്തെ ഈ പാർട്ടിക്ക് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര കനത്ത ഒരു തിരിച്ചടിയിലേക്ക് ഈ പാർട്ടി പോകില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നൽ സൈത്തിനുണ്ടോ? കൃത്യമാണ്. 2021 പിണറായി വിജയൻ കേരളത്തിന്റെ രക്ഷകൻ എന്ന റോളിൽ അവതരിച്ചെങ്കിൽ അതേ വ്യക്തി എന്ന അന്ന് രക്ഷകന്റെ റോളിൽ ആ മുന്നണിക്കും സർക്കാരിനും കേരളത്തിന്റെ പൊതുവിലും ആ റോളാണെങ്കിൽ പിന്നീട് ഭരണമാറ്റം ഇപ്പോൾ ഇത്ര തിരിച്ചടി ഉണ്ടാവുമ്പോഴും അതിന്റെ മുഖ്യ കാരണക്കാരൻ പിണറായി വിജയൻ. പ്രതികരിക്കുന്നു. BJP winning a major state, that is West Bengal. You see, that is a new development. Then Tamil Nadu, the election result is also something new, a utterly new political party. It is inching towards majority, whether they would get majority or not, but other political forces are being reduced into a minority. And one particular political party, new political party, TVK, led by Mr. Vijay, it has emerged as the single largest party now. Whether they are going to get majority or not is another question. The new question will come whether this new political party would be part of the India political arrangement or something different. What political stand TVK would take in the coming time, that is also a question. When we have formulated India arrangement, at that point of time it was known, and various different leaders of the parties of India alliance, they have also made it clear that there would be states due to the specific situation prevailing in that particular state. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെയാണ് CPM ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള CPM ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഇനി ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ MA ബേബിക്ക് ഇതുവരെ ഉള്ള CPM ജനറൽ സെക്രട്ടറിമാർക്കൊന്നും ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് വേണം. ഒരു കാലത്ത് 3 സംസ്ഥാനങ്ങൾ ഒരുപോലെ അധികാരത്തിലുണ്ടായിരുന്നു. എങ്കിലും ചില സംസ്ഥാനത്ത് അധികാരത്തിലായിരിക്കുമ്പോൾ ബംഗാളും ത്രിപുരയും ഒക്കെ എല്ലാ കാലത്തും ഉറപ്പായിരുന്നു. ത്രിപുര നഷ്ടപ്പെടുമ്പോഴും കേരളമെങ്കിലും ബംഗാൾ നഷ്ടപ്പെടുമ്പോഴും ഒക്കെ കേരളമെങ്കിലും ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നു. ആ അവസ്ഥയും മാറിയിരിക്കുന്നു. എന്തായാലും നമുക്ക് പരാജയ കാരണങ്ങളിലേക്ക് തന്നെ പോകാം. നമ്മൾ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, ഇടതനുഭാവികൾ ഇക്കുറി വീണ്ടും ഒരു ഇടതുഭരണം വേണം, ഒരു തുടർ ഭരണം വേണം എന്ന് ആഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇടത് അനുഭാവികളെ വലിയ തോതിൽ ഇടത് നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ, അത്തരമൊരു സർക്കാരിനെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാർ ഭരണപരമായി ഒട്ടേറെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും നേതാക്കളുടെ ഭാഗത്തു നിന്ന്, അത് താഴെത്തട്ടിലെ നേതാക്കൾ മുതൽ മുകൾത്തട്ടിലെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ധാർഷ്ട്യം, അവർ സമരങ്ങളോട് സ്വീകരിച്ച നിലപാട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത് ആർക്കെങ്കിലും സ്തുതി പറയുന്ന ഒരു പക്ഷമല്ല, വിമർശനാത്മക പക്ഷം തന്നെയാണ്. സമരങ്ങളെ അനുകൂലിക്കുന്ന, സമരത്തിലൂടെ വളർന്നു വന്നതാണ് ഇടതുപക്ഷം. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന സമരങ്ങളൊക്കെയും അത് ഒരു ഇടതുപക്ഷത്തിന് യോജിക്കാത്ത തരത്തിലാണ് പലപ്പോഴും ഈ സമരങ്ങളൊക്കെയും അവർ അടിച്ചമർത്തിയിരുന്നത്. ഇതിന് രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പ്രകടനം പൊതുവിൽ മികച്ചതായിരുന്നു, അതായത് അത്ര മോശമല്ലായിരുന്നു, എന്നിട്ടും ഭരണം നഷ്ടപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.